ബഹുമാനപ്പെട്ട മന്ത്രി സർ, ഇവിടെ പ്രമേയം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട അംഗം ശ്രീ ഷംസുദ്ദീനെതിരായി ഗുരുതരമായൊരു ആക്ഷേപം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. അദ്ദേഹം മണ്ഡലത്തിലില്ല, അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. സർ, വ്യക്തിപരമായി പേരെടുത്ത ഒരു അംഗത്തിനെതിരായി ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്ക് അതിന്റെ മറുപടി പറയാനുള്ള അവസരം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതൊരു മര്യാദയാണ്, സാമാന്യ മര്യാദയാണ്. ശ്രീ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല. എന്തെന്ന് പറഞ്ഞു? അദ്ദേഹം വിളിച്ചു പറഞ്ഞ പദങ്ങളൊന്നും ഒരു സഭ ഒന്നും പറഞ്ഞില്ല. എന്ത് തോന്നിവാസം വിളിച്ചു പറയാൻ പാടില്ല. അദ്ദേഹം ഒരു മുതിർന്ന അംഗമാണ്. ഒന്നും പറയില്ല. അങ്ങനെ അദ്ദേഹത്തിന് പറയാം ചെയ്ത് ശരിയായില്ല എന്ന് പറയാം. അതിനകത്ത് ഉപയോഗിച്ച ഒരുപക്ഷെ സഡൻ പ്രൊവക്കേഷൻ ആയിരിക്കാം, പക്ഷെ പറഞ്ഞ രീതി ശരിയായില്ല. പ്ലീസ് അവസരം കൊടുത്തില്ലെങ്കിൽ നോ ഞാൻ കേട്ടല്ലോ റെക്കോർഡ് ചെയർ കേൾക്കുന്നതിനപ്പുറത്ത് എന്ത് റെക്കോർഡാണ്? ചെയർ കേൾക്കുന്നതിനേക്കാൾ മുമ്പ് എന്ത് റെക്കോർഡാണ്? ഞാൻ കേട്ടല്ലോ, ചെയർ കേട്ടല്ലോ. ഒരു അംഗത്തെ പരസ്യമായ ഒരു മന്ത്രി അപമാനിച്ചിട്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. ശരിയല്ലല്ലോ. Yes, Minister. Order, please. Yes. Sir, ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷ അംഗങ്ങൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഷംസുദ്ദീൻ ഉപയോഗിച്ച പദം പാർലമെന്ററി ജനാധിപത്യത്തിൽ യോജിക്കാത്ത പദമാണ്. ആ പറഞ്ഞ പദം ഈ രേഖയിൽ നിന്ന് പിൻവലിക്കണം, അയാൾ മാപ്പ് പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. വളരെ മര്യാദഘട്ട പദമാണ് ആ മെമ്പർ ഉന്നയിച്ചത്. ഒരു വനിതാ മന്ത്രിയെ പറ്റിയാണ് ഉന്നയിച്ചത്. അത് ഞാനിവിടെ പറയണോ? അങ്ങ് പറഞ്ഞാലും ആ പോയിന്റിൽ നടത്തിയിട്ടുണ്ട്, ശുദ്ധ മര്യാദ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അയാൾ മാപ്പ് പറയണം. നിങ്ങളുമായി അങ്ങനത്തെ പദപ്രയോഗം വരണ്ട. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഇത് കേട്ടിരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. സർ, ഇനിയിപ്പോൾ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ നമുക്ക് പറയേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് സാർ, ഇവർ പുറത്തേക്ക് പോയി, പക്ഷെ എന്നാലും ക്രിയാത്മകമായിട്ടുള്ളൊരു നിർദ്ദേശം അമീബിക് മസ്തിഷ്ക ജ്വരവും നിങ്ങളുടെ ഗൈഡ് ലൈനിൽ ഇങ്ങനെയുണ്ട്. അവരുടെ വിദഗ്ധരോട് അഭിപ്രായം ചോദിക്കട്ടെ. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ നിങ്ങളിത് മാറ്റാനായിട്ട് കഴിയുമോ? ചർച്ച ചെയ്യാമല്ലോ സാർ. അങ്ങനെ ഒരു ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശവും അല്ലെങ്കിൽ ഞങ്ങളിതാ ഇവിടെ ഈ കിണറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായ ക്ലോറിനേഷന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കുളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിലയിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ സാർ. ഇന്ന് ഞാൻ കാണുന്നത് DYFI അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ട് കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് സാർ. അത് നമുക്ക് ഒന്നിച്ചു നിൽക്കാം സാർ, അതിൽ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലല്ലോ. അപ്പോൾ ആ നിലയിൽ അവർ കണ്ടത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് സാർ. ഇവിടെ അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബഹുമാനപ്പെട്ട ഈ സഭയോടും സാർ, ഇത് സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. കണ്ടുപിടിക്കുന്നത് കൊണ്ട് എന്താണ് സാർ? അല്ലെങ്കിൽ ഇത് മസ്തിഷ്ക മരണങ്ങൾ അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം എന്നുള്ള നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ടു പോകുമായിരുന്നു സാർ. കണ്ടുപിടിക്കപ്പെടുന്നത് കൊണ്ടുള്ള ഗുണം സാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഗ്ലേറിയ ആണെങ്കിൽ സാർ 98% മരണനിരക്കുള്ള ഒരു രോഗത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നു സാർ. അതുപോലെ സാർ അക്കാന്തമീബ മൂലമുള്ള മസ്തിഷ്ക ജ്വരങ്ങളാണ് എങ്കിൽ സാർ അത് അവിടെ നിന്ന് ഒരു 60% മുകളിൽ മോർട്ടാലിറ്റിയുള്ള രോഗത്തെ അതിൽ നിന്ന് ആളുകളെ ഇപ്പോൾ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറഞ്ഞു 24% ഈ മരണനിരക്ക് കുറച്ചു കൊണ്ടുവരുവാൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് സാർ. അതുകൊണ്ട് ഏർലി ഡിറ്റക്ഷൻ ആദ്യം കണ്ടുപിടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സാർ. അതിൽ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഉൾപ്പെടെയുള്ളവ അത് തയ്യാറാക്കിയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. നമുക്ക് അതിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാർ മലിനമായിട്ടുള്ള കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ, അതുപോലെ പാറക്കുളങ്ങൾ ഇവിടെ നീന്തരുത്. അതോടൊപ്പം മൂക്കിലേക്ക് വെള്ളം കയറ്റുകയോ അല്ലെങ്കിൽ ഒഴിക്കുകയോ ചെയ്യാൻ പാടില്ല. മൂക്കിലേക്ക് വെള്ളം കയറുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം. സ്വിമ്മിംഗ് പൂളുകൾ, അതോടൊപ്പം മറ്റ് വാട്ടർ തീം പാർക്കുകൾ, ഇവിടങ്ങളിലെ പൂളുകൾ അവ ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. അവിടെ രജിസ്റ്ററുകൾ കീപ്പ് ചെയ്യണം. ഇതെല്ലാം സാർ ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങളാണ് എന്നുള്ളത് കൂടി പറയട്ടെ. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മീറ്റിംഗ് വിളിച്ചു ചേർത്തുകൊണ്ട് തദ്ദേശ വകുപ്പും ഹരിത കേരള മിഷനും മറ്റ് ആരോഗ്യ വകുപ്പും അതോടൊപ്പം കേരളത്തിൻ്റെ പൊതുസമൂഹവും എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് സാർ ഈ അറിയാതെ പോകുമായിരുന്ന
ചികിത്സിക്കപ്പെടാതെ മരണത്തിലേക്ക് പോകുമായിരുന്ന ആളുകളെ കണ്ടുപിടിച്ച് നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ച് തന്നെ സർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ളത്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഉറവിടം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. സർ, ഇവിടെ ഗൈഡ് ലൈൻ ഉൾപ്പെടെ ഞാനിവിടെ വെച്ചതുകൊണ്ട് സർ അതിലേക്ക് വിശദമായിട്ട് ഈ അവസരത്തിൽ പോകുന്നില്ല. ഈ ബഹുമാനപ്പെട്ട അംഗങ്ങൾ, ബഹുമാന്യനായിട്ടുള്ള മണ്ണാർക്കാട് അംഗം ഇവിടെ പറഞ്ഞ കാര്യത്തിൽ സർ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ ഈ തൊട്ടടുത്ത് സർ ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. 25-ാം തീയതി ഞാൻ അട്ടപ്പാടിയിലേക്ക് പോവുക. ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ കൂടി ഒരു സൗകര്യം കണ്ടുകൊണ്ടാണ് 23 എന്നുള്ളത് 22 എന്നുള്ളത് 25-ലേക്ക് മാറ്റിയത്. എന്താണെന്ന് അറിയുമോ സാർ? അവിടെ 20 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു സാർ. അട്ടപ്പാടിയിൽ അവിടെ അത്രയും വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. നിയോ നേറ്റൽ ICU ഉൾപ്പെടെ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള പ്രസവ വാർഡ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സാർ അവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടാണ്. അട്ടപ്പാടിയിൽ ഒരു കാര്യം കൂടി പറയട്ടെ സാർ, ഗോത്രവർഗ വിഭാഗത്തിൽ UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 28.9% ആയിരുന്നു സാർ. 28.9%. 2012 കാര്യമാണ് ഞാൻ പറയുന്നത് സാർ. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ 2025-26 അവിടെ 6.8 അതിനെ കുറയ്ക്കുവാൻ നമുക്ക് സാധിച്ചു സാർ. സാർ, അവിടെ ഒരു പെൺ കൂട്ടായ്മ ഉൾപ്പെടെ രൂപീകരിച്ചുകൊണ്ടാണ്, പെൺറിക കൂട്ട എന്ന കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടാണ് സാർ അവിടെ മറ്റ് കമ്മ്യൂണിറ്റി ഇടപെടലുകൾ നമ്മൾ സാധ്യമാക്കിയിട്ടുള്ളത്. ഇനി താഴേക്ക് വന്നാൽ അദ്ദേഹത്തിന്റെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ നല്ല ഒന്നാന്തരമായി കിഫ്ബിയിലൂടെ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. 12 കോടി രൂപയുടെ കെട്ടിടമാണ് മണ്ണാർക്കാട് ആശുപത്രിയിൽ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് സാർ. എന്നിട്ടാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സാർ. ഇവിടെ പ്രതിപക്ഷാംഗങ്ങളൊന്നും ഇല്ലല്ലോ, അവർ പൊതുവെ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം സാർ. ഇവരുടെ കാലത്ത് എത്ര കാത്ത് ലാബ് തുടങ്ങി സാർ? അവര് ഇപ്പോൾ മറ്റു കാര്യങ്ങൾ പറയുന്നു. അവർ തുടങ്ങിയ കാത്ത് ലാബുകളുടെ എണ്ണം 0. മെഡിക്കൽ കോളേജുകളിൽ കാത്ത് ലാബ് തുടങ്ങിയത് ഇടതുപക്ഷമാണ്. ജില്ലാ ആശുപത്രികളിൽ തുടങ്ങിയത് ഈ 9 വർഷ കാലയളവിലാണ് സാർ. UDFന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ജില്ലാ ആശുപത്രികളിൽ, താലൂക്ക് ആശുപത്രികളിൽ ഉണ്ടായിരുന്നില്ല. ജില്ലാ ആശുപത്രികളിൽ 12 ആശുപത്രികളിലാണ് ഡയാലിസിസ് ഉണ്ടായിരുന്നത്. ഇന്ന് 112ഓളം കേന്ദ്രങ്ങളിൽ ഡയാലിസിസ് തുടങ്ങാൻ നമുക്ക് സാധിച്ചു സാർ. ഇവരുടെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു കരൾ മാറ്റിവയ്ക്ക് ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് 3 മെഡിക്കൽ കോളേജുകളിൽ, കോഴിക്കോടും ഇപ്പം ആരംഭിക്കാനായിട്ട് പോവുകയാണ് സാർ. ഇവരുടെ കാലത്ത് എത്ര മെഡിക്കൽ കോളേജ് തുടങ്ങി സാർ? എത്ര മെഡിക്കൽ കോളേജാണ് തുടങ്ങിയത്? കഴിഞ്ഞ സർക്കാരിന്റെയും ഈ സർക്കാരിന്റെയും കാലഘട്ടം മാത്രം എടുത്താൽ, അതിന് മുൻപുള്ള ഇടതുപക്ഷ സർക്കാരുകളുടെ കാലം എടുക്കാതെ ഈ 2 സർക്കാരുകളുടെ കാലഘട്ടം മാത്രം എടുത്താൽ സാർ, കേരളത്തിൽ 6 മെഡിക്കൽ കോളേജുകൾ ഈ 9 വർഷത്തിനിടയിലാണ് സാർ തുടങ്ങിയത്. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 4 മെഡിക്കൽ കോളേജുകൾ തുടങ്ങാനായിട്ട് നമുക്ക് സാധിച്ചു. പത്തനംതിട്ടയിലും ഇടുക്കിയിലും കാസർഗോഡും വയനാടും മെഡിക്കൽ കോളേജുകൾ തുടങ്ങാനായിട്ട് നമുക്ക് സാധിച്ചു സാർ. അവരുടെ കാലത്ത് UDFന്റെ കാലഘട്ടത്തിൽ എത്രയായിരുന്നു സാർ ഒരു കുടുംബത്തിനുണ്ടായിരുന്ന പരമാവധി ഇൻഷുറൻസ്? 30,000 രൂപയായിരുന്നു. 30,000 രൂപ. അത് എത്ര പേർക്ക് ലഭിക്കുമായിരുന്നു? പരമാവധി 40,000 പേർക്കാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇവർ പറഞ്ഞ കപ്പിത്താൻ ഇല്ലെന്ന് പറഞ്ഞ കേരളത്തിൽ നവകേരള തീരത്തേക്ക് ആ കപ്പലിനെ അടുപ്പിക്കുമെന്ന് അന്ന് കഴിഞ്ഞ നിയമസഭയിൽ ഞാൻ പറഞ്ഞിരുന്നു സാർ. കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആ 30,000 എന്നുള്ളത് 5 ലക്ഷം രൂപയായിട്ട് മാറ്റി സാർ. ഒരു കുടുംബത്തിന് ഒരു വർഷം. ആ 40,000 പേർക്ക് എന്നുള്ളത് 6.5 ലക്ഷം പേരായിട്ട് അത് മാറ്റി സാർ. 6.5 ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ നൽകുന്നുണ്ട് സാർ. അവരുടെ, അതാണ് ഞാൻ പറഞ്ഞത്, കണക്കുകൂട്ടിയാൽ സഭയിൽ ആരോഗ്യമന്ത്രി മറുപടി നൽകുകയാണ്. ഇപ്പോ ഒരു വർഷം പ്രതിപക്ഷത്തിന്റെ ബഹളമുണ്ടായി. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം. മറുപടി പറയുമ്പോഴാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്. പ്രതിപക്ഷം എന്തിനാണ് പ്രകോപിതരാകുന്നതെന്ന് ചെയർ ചോദിക്കുന്ന സാഹചര്യത്തിലാണ് അംഗങ്ങൾ ഇറങ്ങിപ്പോയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവും അതിൽ ഷംസുദ്ദീൻ MLA-ക്കെതിരായിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ഉപയോഗിച്ച വാക്ക് ശരിയായില്ലെന്നുള്ള ഭരണപക്ഷത്തിന്റെ ആരോപണത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവും ഇറങ്ങിപ്പോവുകയായിരുന്നു.